നമസ്കാരം, ഞാൻ ടിൻഡു തോമസ്. നമുക്ക് ഫ്ലോറിങ്സിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈൽസ് തന്നെയാണ്. ഇപ്പോൾ ഫ്ലോറിങ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ടൈൽസാണ്. ഏത് ടൈൽ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയുന്നതും ടൈൽസിനെ കുറിച്ച് തന്നെയാണ്. ടൈൽസിൽ വിട്രിഫൈഡ് ടൈൽസും സെറാമിക് ടൈൽസുമാണ് വരുന്നത്. അതിൽ നമുക്കിന്ന് വിട്രിഫൈഡ് ടൈൽസിനെ കുറിച്ച് പറയാം. വിട്രിഫൈഡ് ടൈൽസിൽ പ്രധാനമായിട്ടും വരുന്നത് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ്, അതേപോലെ തന്നെ ഡബിൾ ചാർജ്, പിന്നെ GVT ടൈൽസ്, അതേപോലെ PGVT, ഇത്രയും കാറ്റഗറീസ് വിട്രിഫൈഡിൽ വരുന്നുണ്ട്. അതിൽ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അത് സിറ്റ് ഔട്ട്, സ്റ്റെപ്പ്, അതേപോലെ ചെറിയ കൗണ്ടർ ടോപ്പ്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ടൈൽസാണ് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ്. ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈൽസിൻ്റെ ഏറ്റവും ടോപ്പ് തൊട്ട് അടി വരെ നമുക്ക് ഒരേ മെറ്റീരിയലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് മോൾഡ് ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ നമുക്ക് ഗ്രാനൈറ്റ് ഒക്കെ പോലെ തന്നെ സെയിം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുൾ ബോഡി ടൈൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഗ്രാനൈറ്റിൻ്റെ അത്രയും അല്ലെങ്കിൽ ഒറിജിനൽ മാർബിളിൻ്റെ അത്രയും കോസ്റ്റ്ലി അല്ലാതെ നമുക്കൊരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ബോഡി ടൈൽസിലേക്ക് പോകുന്നത്. പിന്നെ നമുക്കിത് പോളിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ നമ്മൾ പോളിഷ് ചെയ്യുന്നത് പോലെ നമുക്കിത് പോളിഷ് ചെയ്യേണ്ട, ലൈഫ് ലോങ് അങ്ങനെ തന്നെ കിടക്കും. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ലൈഫ് ലോങ് കിടന്നോളും. അതാണ് ഈ ഫുൾ ബോഡി ടൈൽസിൻ്റെ പ്രത്യേകത വരുന്നത്. അത് മാറ്റിലും ഗ്ലോസി ഫിനിഷിൽ, മാറ്റ് ഫിനിഷിൽ, റസ്റ്റിക് ഫിനിഷിലൊക്കെ നമുക്കിത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ്, സിറ്റ് ഔട്ട്, അതേപോലെ ഹോട്ടൽ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഷോപ്പുകൾ അങ്ങോട്ടെല്ലാം വരുന്നത്, മാളുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഫുൾ ബോഡി ടൈൽസാണ് വരുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റുകൾ, അവിടെയൊക്കെ നമുക്ക് കൂടുതൽ ഹെവി ട്രാഫിക് ഏരിയാസിലെല്ലാം യൂസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഫുൾ ബോഡി ടൈൽസ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഡബിൾ ചാർജാണ്. ഡബിൾ ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് മോൾഡ് ചെയ്യേണ്ടാത്ത സ്ഥലങ്ങൾ, അതായത് സിറ്റ് ഔട്ട്, സ്റ്റെപ്പ് ഒഴികെ ബാക്കി നമുക്കിപ്പം ബെഡ്റൂംസിലൊക്കെ നമ്മൾ കട്ടിൽ വലിക്കുകയും അതേപോലെ വാർഡ്രോബ് വലിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ചാർജ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഫുൾ ബോഡിയുടെ അത്രയും കോസ്റ്റ്ലി അല്ല, അതിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന മെറ്റീരിയലാണ് ഡബിൾ ചാർജ് വരുന്നത്. ഡബിൾ ചാർജ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഏറ്റവും ടോപ്പിലുള്ളത് നമുക്കൊരു 2-3 mm തിക്നെസ്സിൽ നമുക്കത് കിട്ടും. അതാണ് ഡബിൾ ചാർജ് മെറ്റീരിയൽ വരുന്നത്. പിന്നെയുള്ളത് GVT, PGVT എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസാണ്. അതിലൊക്കെ അനേകായിരം ഓപ്ഷൻസ് നമുക്കുണ്ടാവും. നമുക്ക് ഈ ഫുൾ ബോഡിയിലും അതേപോലെ തന്നെ ഡബിൾ ചാർജിലും നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. അതായത് നമുക്ക് കുറച്ച് കളേഴ്സ്, ഒരു 5-6 കളേഴ്സിൽ മാത്രമേ ഈ ഫുൾ ബോഡിയും ഡബിൾ ചാർജും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ GVT സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട്, അതായത് മാർബിൾ പ്രിൻറ്റുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളേഴ്സിലും എല്ലാ പ്രിൻറ്റിങ്ങിലും നമുക്ക് ഡ്രസ്സ് പോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ലിവിങ്, ഡൈനിങ്, അതേപോലെ ബെഡ്റൂംസ് അങ്ങനത്തെ ഏരിയാസിലേക്ക് മാത്രമേ നമുക്ക് ഈ GVT ടൈൽസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം വിട്രിഫൈഡ് ബോഡിയാണ് വരുന്നത്, ബട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഉള്ള പ്രിൻറ്റിങ് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഫുൾ ബോഡിയുടെ അത്രയോ അല്ലെങ്കിൽ ഡബിൾ ചാർജിൻ്റെ അത്രയോ നമുക്ക് ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല. അതാണ് ഇത് ഈ ടൈൽസ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് ഏറ്റവും കോസ്റ്റ്ലി വരുന്നത്. കാരണം അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരുന്നത്, അതേപോലെ ഏറ്റവും ഹീറ്റ് ചെയ്ത് എടുക്കേണ്ട പ്രൊഡക്റ്റ് വരുന്നതും എല്ലാം ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രൈസ് കൂടിയതും ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസിനായിരിക്കും. അതിൻ്റെ താഴെ നിൽക്കുന്നതാണ് ഡബിൾ ചാർജ്, അതിൻ്റെ താഴെയാണ് GVT ടൈൽസ് എല്ലാം വരുന്നത്. അപ്പോൾ പ്രൈസിങ്ങിലും ഈ ഒരു വില വ്യത്യാസങ്ങളുണ്ടാവും. ബട്ട് ഗ്രാനൈറ്റിൻ്റെ എത്രയോ അല്ലെങ്കിൽ മാർബിളിൻ്റെ എത്രയോ വില വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ടൈൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് സൈസ് അനുസരിച്ചിട്ട് വില വ്യത്യാസം വരും. ഇപ്പോൾ ചെറിയ 2-2 ടൈൽ തൊട്ട് നമുക്ക് ബിഗ് സ്ലാബ്സ് വരെ 10 അടി നീളമുള്ള വലിയ സ്ലാബ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ബോഡി ടൈൽസിൽ. അത് 15 mm തിക്നെസ്സിലും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 9 mm തിക്നെസ്സിലും നമുക്കിത് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രൈസിങ്ങിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെയുള്ളത് നമുക്ക് ഈ ക്വാളിറ്റി ബേസ്, ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സിന് നമ്മളിപ്പം ഒരു ബ്രാൻഡഡ് ഷർട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര നമ്മൾ പ്രൈസ് കൊടുക്കണം. അതേപോലെ തന്നെ ടൈൽസിലും വരുന്നത് നമ്മൾക്ക് പ്രീമിയം ക്വാളിറ്റി, നല്ല ഹീറ്റിങ്ങിലുള്ള നല്ല പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത്യാവശ്യം ഒരു വില കൊടുക്കണം. നമ്മൾക്ക് ഒരിക്കലും ഒരു 30-35 രൂപയ്ക്കൊന്നും ഒരിക്കലും നല്ല ടൈൽസ്, നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഒരിക്കലും ഈ പ്രൈസിങ്ങിലൊന്നും കിട്ടത്തില്ല. നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല റേറ്റിൽ തന്നെ നമ്മൾ പോയി മേടിക്കണം. അതൊക്കെ നമുക്ക് പിന്നീടുള്ള സെഗ്മെൻറ്റിൽ നമ്മൾക്ക് ഓരോ ഡിസൈനും ഫിനിഷും അതേപോലെ തന്നെ സൈസും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം വോൾ ടൈൽസിലും ഫ്ലോർ ടൈൽസിലും സെറാമിക് ടൈൽസിലും അതേപോലെ ഡിസൈനർ ടൈൽസിന് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രൈസിങ്ങും കാര്യങ്ങളും ക്വാളിറ്റിയും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കത് പിന്നീടുള്ള സെഗ്മെൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.